ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു പഠന രീതിയാണ് കേട്ടോ. പഠന രീതിയും അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെ ബുക്സാണ് ഞാൻ റെഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രിയുടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് പോലുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാം ടോപ്പിക്സിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട്. അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാംസ് എഴുതുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പഠിക്കുന്നത് തനിയാണ് കേട്ടോ. ഞാൻ കോച്ചിങ്ങിന് പോകുന്നില്ല. കോച്ചിങ്ങിന് പോവാതെയാണ് ഞാൻ പഠിക്കുന്നത്. അതായത് ഒരു ആപ്പിലല്ല, ഒരു ഓൺലൈൻ ഇതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഇതുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തനിയായിട്ടാണ് ഞാൻ പഠിക്കുന്നത്, അല്ലാതെ പുറത്ത് പോയിട്ട് പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ബുക്സാണ് റെഫർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് നമ്മുടെ ലക്ഷ്യയുടെയാണ് കേട്ടോ. ലക്ഷ്യയുടെ ബുക്സാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ 4 വോളിയമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബുക്കാണ് കേട്ടോ. ഞാൻ വായിച്ച് നോക്കിയതിലും പഠിക്കുന്നതിലും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു 1600 സംതിങ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ 4 വോളിയം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ UPSC ക്വസ്റ്റ്യൻസും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. UPSC എന്ന് പറയുമ്പോൾ 2012 മുതൽ 2022 വരെ ചോദിച്ചിട്ടുള്ളതിൽ ക്വസ്റ്റ്യൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് വേറെ സിലബസ് ഇങ്ങനെ അന്വേഷിച്ച് വെറുതെ മൊബൈൽ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഓരോരോ മാർക്കും എത്രയാണെന്നുള്ള കാര്യമെല്ലാം അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൻ്റെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ഭരണഘടനയാണ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ, അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണവും ഭരണ സംവിധാനങ്ങളും. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എക്കണോമിക്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറാണ് നമ്മുടെ വരുന്നത്. അങ്ങനെ ഈ 5 ഇതാണ് ഫസ്റ്റ് വോളിയത്തിൽ വരുന്നത്. അപ്പോൾ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വായിച്ചു നോക്കിയിടത്തോളം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രിയുടെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയിടത്തോളം എനിക്ക് നല്ലൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ ബുക്സും അത്ര എല്ലാം തികഞ്ഞതൊന്നും അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വായിച്ച് നോക്കിയപ്പോൾ വളരെ നല്ല ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വോളിയത്തിൽ വരുന്നത് നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് രണ്ടാമത്തതിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തേൽ കറണ്ട് അഫെയർസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കറണ്ട് അഫെയറൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ സയൻസ്, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ആർട്സ്, ആ സംഭവങ്ങളൊക്കെയാണ് 4ാമത്തെ വോളിയത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും നല്ല രീതിയിൽ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡായിട്ട് കൊടുത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ NCERT SCERT ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ UPSCയുടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. UPSCയുടെ ക്വസ്റ്റ്യൻസ് നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് 2012 മുതൽ ചോദിച്ചിട്ടുള്ള UPSCയുടെ ക്വസ്റ്റ്യൻസ്. കാരണം ഇപ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ഇതായിട്ട് നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കാണുന്നുണ്ട്. എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് UPSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് LDCയുടെ ഒരു റാങ്ക് ഫയലാണ്. ഇത് ടാലൻറ്റിൻ്റെയാണ് കേട്ടോ. ഇത് ടാലൻറ്റിൻ്റെയാണ്. അപ്പോൾ ഞാൻ ആ ബുക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പോർഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ ഇതിലോട്ട് വന്ന് അതിലില്ലാത്ത പോയിൻറ്റ്സ് ഇതിൽ നോക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടാലൻറ്റിൻ്റെയാണ്. പിന്നീട് LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മുടെ LDC പോലുള്ള 10ാം തരം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയിട്ടുള്ളൊരു ബുക്സാണ് LDC. ഇത് 3 വോളിയം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലിപ്പോൾ 2 വോളിയം ഞാൻ വെച്ചിട്ടുള്ളൂ, ഒരെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം 10th ലെവൽ പരീക്ഷ എഴുതുന്നവർക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം വിത്ത് എക്സ്പ്ലനേഷനും കൂടെ ആകുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴേക്ക് തന്നെ നമ്മളൊരു 10-50 ക്വസ്റ്റ്യനടുത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ +1 +2ൻ്റെ ബുക്സാണ്. അതായത് NCERT ബുക്സാണ്. നമ്മുടെ എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള ബുക്സാണ്. എൻ്റെ ഇപ്പോൾ എല്ലാം അവൈലബിൾ അല്ല. എൻ്റെ ഒരു 4-5 അവൈലബിൾ ഉള്ളൂ. ബാക്കിയുള്ളത് ഇനി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈലത്തിൻ്റെ കറണ്ട് അഫെയർസിൻ്റെ ബുക്ക് 2024 സൈലത്തിൻ്റെ കറണ്ട് അഫെയർസിൻ്റെ ഒരു ബുക്കാണ്. നല്ല ബുക്കാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെ. അപ്പോൾ എനിക്കിത് ആ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഉള്ളത് നോട്ട്സാണ്.
നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇതല്ല, അത്യാവശ്യം കുറേ അധികം നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 10-15 നോട്ട്സാണ്. അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ്. അതുപോലെ ബാക്കി ഓരോന്ന് ഇംഗ്ലീഷിൻ്റെ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ GK കാര്യങ്ങളുടെയാണ്. പിന്നെ കുറേ റഫ് നോട്ടുകളുണ്ട്, ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് ഉണ്ട്, അങ്ങനെ ഓരോരോ നോട്ട്സ്, എക്കണോമിക്സിൻ്റെ നോട്ട്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ നോട്ട്സായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഓരോ നോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഒരിക്കലും കൂട്ടി കുഴച്ച് എഴുതിയിട്ട് ഞാൻ ബുക്സ് ഞാൻ വെക്കാറില്ല. അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് എടുത്ത് പഠിക്കാനാണെങ്കിലും ഇതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 10-15 ബുക്സ്. അതുപോലെ ഇത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് വൊക്കാബ്സ്പീഡിയയുടെ ഓൺലൈൻ ഇതിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ അവർ ഈ നമ്മുടെ 10th പ്രിലിംസോ അതും ഇതൊക്കെ കഴിയുന്ന സമയത്ത്, ഒരുപാട് എക്സാംസ് കഴിയുന്ന സമയത്ത്, ഇപ്പോൾ LDC ഒക്കെ 4-5 ഘട്ടമായിട്ട് കഴിഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു PDF ഒക്കെ അവർ ഇടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ PDF അവർ ഒരുമിച്ച് ഇടുന്ന ടൈമിൽ ഞാൻ ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൽ മീൻസ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് ഞാനത് പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഫുൾ 2024 നടന്നിട്ടുള്ള എക്സാംസിൻ്റെയും 23 എക്സാംസിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ട് ഞാനതിനിങ്ങനെ നൂല് വെച്ച് കെട്ടി വയ്ക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ SCERT അല്ല. SCERT പറയുന്ന സമയത്ത് ബുക്സ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് PSC പള്ളിക്കൂടത്തിൻ്റെയാണ്. PSC പള്ളിക്കൂടത്തിൻ്റെ ഇത് ഫസ്റ്റ് വൺ സോഷ്യൽ സയൻസും മറ്റേത് സയൻസും IT-യും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബുക്സ് എല്ലാവർക്കും എല്ലാവിടെയും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ 2 എണ്ണമാണ് ഞാൻ SCERTക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് PDF-കൾ വായിച്ചു നോക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിലില്ലാത്ത എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് അതിലുണ്ടാവുമോ എന്ന് വെച്ച് ഞാൻ അതും വായിച്ചു നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് വായിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ബെസ്റ്റ് നമ്മൾ നോക്കുക. ഈ 2025-ലെങ്കിലും നമുക്കൊരു ജോലി നേടണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വേദി അതൊന്നും ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് തന്നെ തീരുന്നില്ല. പിന്നെ വെറുതെ മേടിച്ച് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും നോക്കുന്നില്ല. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണ് ഞാൻ ഈ കറണ്ട് അഫയേഴ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കോച്ചിങ്ങിന് പോകുന്നില്ല, വീട്ടിലിരുന്നാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട് ഞാൻ ഇത്രയും ബുക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതിൽ പല ബുക്സും ആയിരിക്കും യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. ചാനലിലിട്ടിരിക്കുന്ന വീഡിയോസ് കാണുക കേട്ടോ, ഹെൽപ്ഫുൾ ആയിരിക്കും.